ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ KSRTCയിലെ പ്രിയദർശിനി സ്കീമിൻ്റെ ഓട്ടം തുടങ്ങുകയാണ് കേട്ടോ. ഫ്രീ യാത്ര, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഫ്രീ യാത്ര. അപ്പം ഈ സർക്കാർ വന്നപ്പോൾ പ്രഖ്യാപിച്ച ഒരു സ്കീമാണിത്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഫ്രീ യാത്ര. അപ്പോൾ ആദ്യം അവർ ഭരണത്തിൽ കയറിയ സമയം തന്നെ കൊടുക്കാത്തതിന് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി അവസാനം ഇന്ന് മുതൽ പ്രിയദർശിനി ബസ് ഓടിത്തുടങ്ങുകയാണ്. അതായത് ഇന്ന് രാവിലെ 9 മണിക്കാണ് സ്റ്റാർട്ടിങ് കേട്ടോ. അതിന് മുന്നേ ബസ്സിൽ കയറിയവർക്കൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഉദ്ഘാടനം 9 മണിക്ക് ആയതുകൊണ്ട് അത് കഴിഞ്ഞുള്ള സർവീസിലാണ് ഫ്രീ യാത്ര വരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ബസ്സിൽ കയറിയാലും ഫ്രീ ആണെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. ടിക്കറ്റ് ഉറപ്പായിട്ടും കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റണം. പക്ഷേ ആ ടിക്കറ്റ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ 500 രൂപ ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടി വരും. 10 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കാതെ ഫ്രീ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമല്ലേ, പക്ഷെ ആ ടിക്കറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ 500 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും പിഴയായിട്ട്. അപ്പം നമ്മൾ ഫ്രീ ആണെന്നും കരുതി ടിക്കറ്റ് എടുക്കാതിരിക്കരുത്. പിന്നെന്താ, നമ്മളെ കൂടെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ, അതായത് സാധാരണ ഈ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് മുകളിലോട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, അത് പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും ടിക്കറ്റ് എടുക്കണം. സ്ത്രീകൾക്കാണ് ഇത് ഫ്രീ യാത്ര. കൂടെ പുരുഷന്മാർ കയറിയാലും ടിക്കറ്റ് എടുക്കണം. പുരുഷന്മാർക്ക് പ്രിയദർശിനി ബസ്സിൽ കയറി കൂടായിക എന്നൊന്നുമില്ല. സ്ത്രീകൾക്ക് എന്തായിരുന്നാലും ഫ്രീ യാത്രയാണ്. പക്ഷേ അത് ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ. പ്രിയദർശിനി എന്ന ബോർഡ് വെച്ച ഓർഡിനറി ബസ്സിൽ, അതായത് ഓർഡിനറി എന്ന് പറയുമ്പോൾ കറുത്ത അക്ഷരത്തിൽ എഴുതിയ ബസ്സാണ് ഓർഡിനറി ബസ്. ബാക്കിയൊക്കെ സൂപ്പർ ഫാസ്റ്റാണ്. സൂപ്പർ ഫാസ്റ്റിലും സിറ്റി ഫാസ്റ്റിലും സിറ്റി ഷട്ടിലും ഒക്കെ നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ എടുക്കണം. പിന്നെ ഇതിൽ എനിക്ക് ഈ ഫ്രീ യാത്രയോട് ഒരു താല്പര്യം എന്ന് പറയാനില്ല കേട്ടോ. കാരണം അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഒരു ഓർഡിനറി ബസ്സിൽ കയറുമ്പോൾ മിനിമം ചാർജ് 10 രൂപ അല്ലെങ്കിൽ 12 രൂപയായിരിക്കും. പക്ഷേ ഇനി ഈ ഓർഡിനറി ബസ്സിൽ ഇപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും ഓർഡിനറി ബസ് വെയിറ്റ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ സൂപ്പർ ഫാസ്റ്റിൽ കയറേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതേ റേറ്റിന് കൊടുക്കേണ്ടി വരും പൈസ. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ ഫ്രീ യാത്ര വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനി 10 സർവീസ് ഉണ്ടായിരുന്ന ഓർഡിനറി ഇവരെന്ത് ചെയ്യുമെന്നറിയോ? അവർക്ക് ഉറപ്പായിട്ട് നഷ്ടം തന്നെയാണ് KSRTCക്ക്. ഈ 10 ഓർഡിനറി ബസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇവർ ബാക്കി 8 വെട്ടിക്കുറച്ചിട്ട് രണ്ട് ഓർഡിനറി ബസ് വിടും. ബാക്കി 8 സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. ആ ഫാസ്റ്റിൽ നമുക്ക് ഓർഡിനറി വന്നിട്ടേ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഫാസ്റ്റ് വന്നാൽ ഫാസ്റ്റ് കയറിയേ പറ്റും നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ 10 രൂപയ്ക്ക് പകരം ഡബിളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടിക്കറ്റ് പൈസ കൊടുത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഈ ഫ്രീ യാത്ര വേണമോ വേണ്ടയോ? അതുകൊണ്ട് നമുക്ക് വല്ല ഉപകാരമുണ്ടോ ഇല്ലയോ? എനിക്ക് പ്രത്യേകിച്ചൊരു ഉപകാരം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. കാരണം ഈ സാധാരണ ഓടിക്കൊണ്ടിരിക്കുന്ന ഓർഡിനറി എല്ലാവർക്കും, സാധാരണക്കാർക്ക് ഒരു താങ്ങാണ്. ഒരു 10 രൂപ മിനിമം ചാർജ് കൊടുത്താൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താം. അല്ലെങ്കിൽ ഒരു 12 രൂപ. ഇത്രയും കിലോമീറ്റർ കൂടുന്ന അനുസരിച്ച് പൈസ കൂടുള്ളൂ. പക്ഷേ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയല്ല. ഇതിൻ്റെ ഇരട്ടി പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിലുള്ള ചാർജ് അവർക്ക് സൂപ്പർ ഫാസ്റ്റിൽ നിന്ന് കിട്ടും. ഈ ഓർഡിനറിയിൽ നിന്ന് 10 രൂപ കിട്ടുന്ന സമയം ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് അതിന് ഇരട്ടിയായിട്ട് സർവീസ് ഇറക്കിയാൽ അവർക്ക് ഈ ഓർഡിനറിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പൈസ ഈ സൂപ്പർ ഫാസ്റ്റിൽ നിന്ന് കിട്ടും. അതാണ് ഇപ്പോൾ KSRTCയുടെ പ്ലാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ഇടണം. അപ്പോൾ എന്തായിരുന്നാലും പ്രിയദർശിനി സ്കീമിൻ്റെ യാത്ര നല്ല സക്സസ്ഫുൾ ആയിട്ട് പോട്ടെ എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് ഫ്രീ ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. എന്തായിരുന്നാലും എനിക്ക് പേഴ്സണലി ഈ ഫ്രീ ട്രാവലിനോട് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, ഓർഡിനറി സർവീസ് കുറച്ച് കഴിഞ്ഞാൽ അതിന് പകരം സൂപ്പർ ഫാസ്റ്റ് അവർ ഉറപ്പായിട്ട് ഇറക്കും. അപ്പം നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.